നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2015 പാരീസ് ഉടമ്പടിക്ക് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാലാവസ്ഥാ സംഭവം 2021 യുണൈറ്റഡ് നേഷൻസ് കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസ് ഗ്ലാസ്ഗോയിലേക്ക് ആഗോള കാലാവസ്ഥാ നയങ്ങൾ പര്യാപ്തമോ? വർത്തമാനകാലം ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ കേരള സർവകലാശാല ജിയോളജി വകുപ്പ് മുൻ മേധാവിയും ഭൗമശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP ത്രിവിക്രം ജി, ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ മുൻ ഡയറക്ടർ ഡോക്ടർ ജോർജ് വർഗീസ്, കൂടാതെ വീഡിയോ കോളിൽ കൊച്ചിയിൽ നിന്ന് റഡാർ ഗവേഷണ കേന്ദ്രം സയൻറ്റിസ്റ്റ് ഡോക്ടർ MG മനോജ്, തിരുവനന്തപുരത്ത് നിന്ന് വീഡിയോ കോളിൽ തണൽ പരിസ്ഥിതി ഗവേഷകൻ ശ്രീ K ജയകുമാർ, കൂടാതെ പൂനെയിൽ നിന്ന് IITM സയൻറ്റിസ്റ്റ് ഡോക്ടർ റോക്സി മാത്യു. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ ത്രിവിക്രം ജി, ഇതിനകത്ത് COP26 നിർണായകമാണ്. പാരീസ് ഉടമ്പടി പ്രകാരം കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള സംഭാവനകൾ അവസാനിപ്പിക്കുന്നതിന് രാജ്യങ്ങൾ കൂടുതൽ ലക്ഷ്യങ്ങൾ വെക്കേണ്ട നിമിഷം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടുമാണ്. ഈ COP26 എന്ന് പറയുന്ന മീറ്റിംഗ് ഒരു നിർണായക ആയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ അസസ്മെൻറ്റ് റിപ്പോർട്ട് 6ൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് നേഷൻസ് കൊടുത്ത സമ്മറി അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ കാർബൺ എമിഷൻ 270 ppm കൊണ്ടുപോയില്ല എങ്കിൽ നമ്മൾ ഒരു റൺ അവേ ക്ലൈമറ്റ് ചേഞ്ചിന് വിധേയമാകും. നമ്മളെന്ന് പറയുമ്പം ലോകം മുഴുവൻ എല്ലാ ഭൂഖണ്ഡങ്ങളും ലോകത്തെ ഏതാണ്ട് 196 195 സ്റ്റേറ്റുകളും അല്ലെങ്കിൽ നേഷൻസും. ഇത് ഏറ്റവും ഭീതി പരത്തുന്ന അതേസമയം ഒരു സൊല്യൂഷനുള്ള ഒരു ഇഷ്യൂ ആണ്. ഇതാണ് നമ്മൾ മറക്കേണ്ടത്. ഇപ്പോൾ ഭീതി പരത്തുന്നു എന്ന് പറയുമ്പോൾ ഭീതി മാത്രമല്ല, ഭീതി എങ്ങനെ ഒഴിവാക്കാം, ഭാവിക്ക് വേണ്ടി ഭാവി ജനസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനുള്ള സൊല്യൂഷൻസും ഉണ്ട്. എന്താണ് സൊല്യൂഷൻ? പ്രീ ഇൻഡസ്ട്രിയൽ ഡേയ്സിലെ കാർബൺ കണ്ടൻറ്റിലേക്ക് നമ്മൾ പോകണം. അതായത് കാർബൺ ഡയോക്സൈഡ് 270 ppm പോകണം. എന്താണ് ഈ പ്രീ ഇൻഡസ്ട്രിയൽ ഡേയ്സ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ ആവി എൻജിൻ കോൾ ഉപയോഗിച്ചിട്ടുള്ള മണ്ണിൽ നിന്ന് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ കോണ്ടിനെൻറ്റ്സിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന കോള്, അതിൻ്റെ കൺസംഷൻ നിർത്തുക. അത് കത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് വരും. ഇതാണ് ഇതിന് പ്രധാന കാരണം. ഇതൊരു പ്രധാന എനർജി സോഴ്സായിരുന്നു നമ്മുടെ വ്യവസായ വിപ്ലവത്തിന്. അതാണ് ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. പ്രധാന ഘടകം അതാണ്. അതിന് ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്, വളരെ ഒന്നുകൂടെ ലഘൂകരിച്ച് പറയാൻ കഴിയുമോ? കാരണം സാധാരണ ജനങ്ങൾ പോലും ദൂരദർശൻ കാണുന്നതാണിത്, ഈ പരിപാടി. അതിന് ഒന്നുകൂടെ ലഘൂകരിച്ച് പറഞ്ഞാൽ എങ്ങനെ വ്യക്തമാക്കാം? ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഹൈഡൽ എനർജിയെ നോക്കുക. അതായത് വെള്ളം ഒരു ഡാം കെട്ടി നിർത്തി അതിൽ നിന്ന് ആ പെൻസ്റ്റോക്ക് പൈപ്പ് വഴി പെൽട്ടൺ ചക്രങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് അതുമായിട്ട് ബന്ധിപ്പിച്ച ഒരു ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഉണ്ട് ഒരു സൈഡിൽ. രണ്ടാമത് ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ചൈന പോലുള്ള രാജ്യം, അങ്ങനെ തന്നെ പറയണ്ട, അമേരിക്ക ഉൾപ്പെടെ എല്ലാവരും ഇലക്ട്രിസിറ്റിക്ക് ഏറിയ പങ്കും ലയൺസ് ഷെയർ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് കമ്മിങ് ഔട്ട് ഓഫ് കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ്. അതൊന്ന്. രണ്ട്, എവിടാണോ നമ്മൾ സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, എവിടാണോ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഈ മില്ലുകളിലെല്ലാം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ അത് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുവാണ് കോള്. ഓസ്ട്രേലിയ വളരെ ചെറിയ ജനസംഖ്യയുള്ള രാജ്യമാണ് കമ്പയർഡ് ടു ഇന്ത്യ. എന്നാൽ പോലും അവിടെ നിന്നും അവർ കോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോലും ഓസ്ട്രേലിയൻ കോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയുടെ തന്നെ നോക്കുക. ഇന്ത്യയുടെ 72% പരം, അതായത് 72-78% ഇലക്ട്രിസിറ്റിയും തെർമൽ സ്റ്റേഷൻസിൽ നിന്നാണ് വരുന്നത്. തെർമൽ കോൾ പവർ സ്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ ഇന്ത്യയിലെ കോളിൻ്റെ ഏറ്റവും വലിയ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ
അതിലുള്ള ആഷ് കണ്ടൻറ്റ് വളരെ അധികമാണ്. 42-44%. ആഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കേണ്ട ഒന്നുമില്ല. മിനറൽ മാറ്റർ ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ കോൾ ആൻഡ് കോൾ സീം. നമ്മൾ കോൾ വാഷറീസ് എന്ന സെക്കൻഡ് ഫൈവർ പ്ലാനിൽ നമ്മൾ ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണ് ഈ കോൾ വാഷറി? ഈ കോളിനെ കഷ്ണമായി വലിയ കഷ്ണത്തിന് ചെറുതായിട്ട് മുറിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള തിൻ ലെയേഴ്സ്, പേപ്പർ തിൻ ലെയേഴ്സ്, അല്ലെങ്കിൽ ഒരു 40 പേജ് ബുക്കിൻ്റെ കനത്തിലുള്ള മിനറൽ മാറ്ററുണ്ട്. അതായത് കോളെന്ന് പറയുമ്പോൾ നമ്മുടെ പരക്കെ എല്ലാവർക്കും അറിയാം, ഒരു തടാകത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് കോള്. തടാകത്തിലെ, അതായത് നമ്മുടെ ഇപ്പോൾ പറയുന്ന കണ്ടൽക്കാട് എന്ന് പറയുന്ന പോലെ ഈ മരങ്ങളെല്ലാം, അന്നത്തെ സ്പെഷ്യലായിട്ടുള്ള മരങ്ങളെല്ലാം വീണ് അത് ഓക്സിഡൈസ് ചെയ്ത് പോവാതെ റെഡ്യൂസ് ചെയ്ത് കോളായിട്ട് മാറുന്നു. അതിൻ്റെ വിശദകാര്യങ്ങളിലേക്ക് ഞാൻ വരാം. ഡോക്ടർ ജോർജ് വർഗീസ്, ഈ COP ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുമുള്ള ഏകോപിതമായ ഒരു പ്രവർത്തനം ആവശ്യമാണ്. അപ്പോൾ അത് ലക്ഷ്യമിട്ടുള്ള വ്യക്തമായ നടപടികളും വിശ്വസനീയമായ പദ്ധതികളും ലോക നേതാക്കൾക്ക് നൽകേണ്ടത് അതിപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അതെ. 26ാം COP സമ്മിറ്റ് 31-ാം തീയതി തുടങ്ങിയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സമ്മേളനമാണത്. 126 രാജ്യങ്ങളുടെ തലവന്മാർ അതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകും. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ലോകത്തിൻ്റെ 1/6 ജനസംഖ്യ ഇന്ത്യയിലാണ്. ഈ വലിയ രാജ്യം ഇക്കാര്യത്തിലെ എന്ത് നയമാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് എന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, 1 വേൾഡ് 1 സോളാർ 1 ഗ്രിഡ്. ഒരു ലോകം, ഒരു സൂര്യൻ, ഒരു ഗ്രിഡ്. ഈ ഒരു തത്വം അംഗീകരിച്ചുകൊണ്ട് കോള് സീറോ എമിഷൻ, അതായത് ത്രിവിക്രംജി പറഞ്ഞതുപോലെ കൽക്കരിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കുറച്ചു കൊണ്ടുവരികയും പകരമായി 1% പോലും കാർബൺ പുറത്തേക്ക് വിടാത്ത തരത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദനം, അതിന് ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത് സോളാറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 45 ജിഗാവാട്ട് ഉൽപ്പാദനം വൈദ്യുതിയിൽ, സോളാറിൽ നിന്ന് തന്നെ ഉണ്ടാക്കും 2040 ആകുമ്പോഴത്തേക്കാണ് ലക്ഷ്യം എന്നുള്ള പ്രഖ്യാപനവും വന്നു കഴിഞ്ഞു. ലോകം ഇത് ഉറ്റുനോക്കുകയാണ്. കാരണം ഈ നിലയ്ക്ക് പോയാൽ ലോകത്തിൽ ആർക്കും തന്നെ നിലനിൽപ്പില്ല. കഴിഞ്ഞ സമ്മിറ്റിൽ പറഞ്ഞു, അതായത് പാരീസ് സമ്മിറ്റിൽ പറഞ്ഞത് 2 ഡിഗ്രിയിൽ താഴെ ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനം കുറച്ചുകൊണ്ട് വരണമെന്നാണ്. പറ്റുമെങ്കിൽ 1.5 പിടിച്ചു നിർത്തണമെന്നും പറഞ്ഞു. 2015 സമ്മിറ്റിൽ അത് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത്, പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് 2030 ആകുമ്പോഴത്തേക്ക് അതിനപ്പോൾ 1.5 ക്രോസ് ചെയ്യും. പിടിച്ചു നിൽക്കാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ട് പോലും പറ്റാത്തൊരവസ്ഥയിൽ ആണ് ഈ ഗ്ലോബൽ സമ്മിറ്റ് നടത്തുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഇതിനെ തടസ്സപ്പെടുത്തുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഓരോ രാജ്യങ്ങൾക്കും ഓരോ താല്പര്യങ്ങളാണ്. പെട്ടെന്ന് കൽക്കരി ഉൽപ്പാദനം നിലച്ചാൽ അവരുടെ വ്യാവസായികമായിട്ടുള്ള പല കാര്യങ്ങളും നിലയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വരും. അതിന് വലിയ സാമ്പത്തിക ചെലവാണ്. അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം പോകും. ഒരുപാട് കാര്യങ്ങൾ നേരിട്ടെങ്കിൽ മാത്രമേ, അതൊക്കെ കൂടുതൽ പിന്നീട് പട്ടിണിയിലേക്ക് പോകാനുള്ള സാധ്യത വരെ ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും ലോകം പട്ടിണിയിലേക്ക് പോകുന്നുള്ള യാതൊരു സംശയമില്ല ഈ നിലയ്ക്ക് പോയാൽ. കാരണം ഒരു ഭാഗത്ത് പട്ടിണിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒരു കാർബൺ ഡയോക്സൈഡ് കൂട്ടിക്കൊണ്ട് വരികയാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഈ കോൾ മുഖാന്തരമുള്ള വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ, മറുവശത്ത് ഇത് മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്നതായിട്ടുള്ള ദുരന്തങ്ങൾ ലോകത്തെ പട്ടിണിയിലേക്കും വിനാശത്തിലേക്കും കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഡോക്ടർ MG മനോജ്, അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഈ ഉച്ചകോടിയിൽ ഇന്ത്യയിൽ നിന്നുണ്ടാകാൻ പോകുന്ന പ്രഖ്യാപനം, പ്രധാനമന്ത്രി അവിടെ നടത്താൻ പോകുന്ന പ്രഖ്യാപനത്തിൽ എന്താണ് പ്രതീക്ഷ പുലർത്തുന്നത്? എനിക്ക് മുന്നേ സംസാരിച്ച 2 പാനലിസ്റ്റും സൂചിപ്പിച്ചത് മാതിരി തന്നെ കൂടുതൽ ഒരു ഗ്രീൻ എനർജിയിലേക്കുള്ള ഇന്ത്യയുടെ ഒരു മാറ്റം, അതാണ് ഈ
നമ്മുടെ രാജ്യത്തെയും അതുപോലെ തന്നെ ലോകത്തെയും ജനങ്ങൾ ഒറ്റുനോക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രതിശീർഷ കാർബൺ ബഹിർഗമനം വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് എങ്കിൽ കൂടി ഏകദേശം 130-140 കോടിയോളം വരുന്ന ജനങ്ങൾ അവരുടെ നിത്യ ജീവിതത്തിന് ആവശ്യമായ രീതിയിലും അതുപോലെ തന്നെ അത്യാവശ്യം വാഹനം, ഗതാഗതം, അതുപോലെ തന്നെ ഫാക്ടറി പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവയുടെ ഭാഗമായി അന്തരീക്ഷത്തിലേക്ക് മൊത്തത്തിൽ ബഹിർഗമിപ്പിക്കുന്ന കാർബണിന്റെ അളവ് തീർത്തും ചെറുതല്ല. നമ്മൾ പ്രതിശീർഷ ഉപഭോഗം കുറവാണ് എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു പങ്ക് വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അവിടെയാണ് ഇത്തരത്തിൽ ഗ്രീൻ എനർജിയിലേക്കുള്ള ഒരു ചുവടുമാറ്റം ഇന്ത്യ COP26 പുറപ്പെടുവിക്കാൻ പോകുന്നത്. രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത്. കാരണം നമുക്കറിയാം, 2015 പാരീസ് ഉടമ്പടിയിൽ ഉള്ള ഒരു കാര്യമുണ്ട്. അത് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ എന്നാണ് പറയുക. ഓരോ രാജ്യവും സ്വയം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കാർബണിന്റെ ബഹിർഗമനം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് 2030 ആകുമ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എത്രത്തോളം നിയന്ത്രണമാണ് ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ 2005 ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പുറന്തള്ളുന്ന മൊത്തം കാർബണിന്റെ 30 മുതൽ 35% വരെ 2030 ആകുമ്പോൾ നമ്മൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് പറഞ്ഞത്. 2015 ആ ഉടമ്പടിയിൽ പറഞ്ഞ കാര്യം നമുക്ക് അച്ചീവ് ചെയ്യുവാൻ ഇനി ആകെ ഒരു 10 വർഷം കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ ഇന്ത്യ പൂർണ്ണമായിട്ടും വികസിതമായിട്ടില്ല. ഇനിയും നമുക്ക് അടിസ്ഥാന മേഖലകളിൽ വൈദ്യുതി പോലും കടന്നു ചെല്ലാത്ത പല ഗ്രാമങ്ങളും ഉണ്ട് എന്ന് നമ്മൾ ഇപ്പോഴും വിചാരിക്കണം. അത്തരം ഗ്രാമങ്ങളെ കൂടി അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലേക്ക് എല്ലാ ജനങ്ങൾക്കും തുല്യമായ വികസനം എത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ ആഗോളതാപനം എന്ന് പറയുന്ന ഈ ഭൂതത്തെ നമുക്ക് പിടിച്ചു കെട്ടേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. നേരത്തെ പറഞ്ഞതുപോലെ 45 ജിഗാവാട്ടിന്റെ വൈദ്യുത പദ്ധതി, അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള വിൻഡ്, തിരമാലകളിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഊർജം, ഇത്തരത്തിൽ റിന്യൂവബിൾ ആയിട്ടുള്ള പുനരുപയോഗിക്കുവാൻ പറ്റുന്ന സ്രോതസ്സുകളെ ആകെ തന്നെ ഉപയോഗിക്കുകയും അതോടൊപ്പം എനിക്ക് തോന്നുന്നത് സിവിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ന്യൂക്ലിയർ എനർജി പോലും ഉപയോഗിക്കുന്നതിന് ഇന്ത്യ ഒരു പരിധി വരെ തയ്യാറാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ വളരെ വ്യക്തമാണ് ശ്രീ മനോജ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ശ്രീ ജയകുമാറിലേക്ക് വരുന്നതാണ്. വർത്തമാനകാലം തുടരുന്നു. ശ്രീ ജയകുമാർ, ഇവിടെ ഡോക്ടർ ജോർജ് വർഗീസ് പറയുകയുണ്ടായി, ഇക്കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ പട്ടിണിയിലേക്ക് പോകും. അതെന്തിന്? ഇപ്പോൾ തന്നെ പട്ടിണി കൂടുതലുള്ള രാജ്യങ്ങളിൽ പോലും കാടുകൾ നശിക്കുകയാണ്. കാരണം തൊഴിലില്ലാത്തവർ കാട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇനി അത് വ്യാപകമാവുകയും ഒന്നുകൂടി ആഗോള താപനം കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കല്ലേ മാറാൻ പോകുന്നത്? താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റാണ്. പക്ഷെ അത് തൊഴിലില്ലാത്തവരാണോ കാട് കൊള്ളയടിക്കുന്നതല്ല വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ പോയിന്റ് ആണ്. അപ്പൊ ഞാൻ അതിലേക്ക് വരാം. എനിക്ക് പറയുന്നു എന്നെനിക്ക് തോന്നുന്നു. അല്ലല്ല, ഞാൻ പ്യുവർ ഡാറ്റാ ബേസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മള് വളരെ കൃത്യമാണല്ലോ, നമ്മളൊക്കെ ചോദിച്ചതാണ് കാടവിടെ മക്കളെ എന്നൊക്കെ ഒരു കാലത്ത് ചോദിച്ചുകൊണ്ടിരുന്നവരാണ്. തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ഇപ്പോ ബ്രസീലില് ആമസോൺ നോക്കുകയാണെങ്കിൽ ആമസോണിന്റെ ലാർജസ്റ്റ് ഷെയർ കാട് നഷ്ടപ്പെട്ടിട്ടുള്ളത് തൊഴിലില്ലാത്തവർ പോയിട്ടല്ല, ഒരു കോർപ്പറേറ്റ് മീറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പർപ്പസിനുള്ള ലാൻഡ് യൂസ് ചേഞ്ച് ആണ് ആമസോൺ കാടിന്റെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ലോകത്തിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു ലാൻഡ് യൂസ് ചേഞ്ചിന്റെ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഞാന് ഒരു തരത്തില് ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പട്ടിണിയെ കുറിച്ച് അധികം കാണുന്നില്ല. നമ്മുടെ മുന്നിൽ ഗ്ലാസ്ഗോയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്ലാസ്ഗോയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആക്ച്വലി 2 പ്രധാന നയ തീരുമാനങ്ങളാണ്. ഒന്ന്,
2030 വരുന്ന 10 വർഷം കൊണ്ട് എന്റെ മുൻ പാനലിസ്റ്റുകൾ പലരും സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്തുമാത്രം റിഡക്ഷൻ അച്ചീവ് ചെയ്യുന്നുള്ള ഒരു ഷോർട്ട് ടേം ഗോൾ. രണ്ടാമത് ഒരു 2050 എന്നുള്ള ഒരു ലോങ് ടേം ഗോളില് രാജ്യങ്ങൾക്ക് നെറ്റ് സീറോ എമിഷനിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഈ നെറ്റ് സീറോ എന്നുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഡോക്ടർ തോമസ് ഐസക് കാർബൺ ന്യൂട്രൽ ഡെവലപ്മെന്റ് എന്ന 2017 അദ്ദേഹം പാരീസ് ഉച്ചകോടിയുടെ സൈഡ് ഈവന്റ്സിൽ NGO ഈവന്റ്സിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അദ്ദേഹം 2017 ഇങ്ങനെ ഒരു ആശയം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഓൾമോസ്റ്റ് നമുക്ക് യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലോ ജർമ്മനി ആണെങ്കിലോ ഈവൻ US പ്രസിഡന്റ് ബൈഡൻ വരെ പറയുന്ന ഒരു കാര്യമുള്ളത് 2050, ചൈന പോലും 2060 സീറോയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നുള്ള നമ്മുടെ മുന്നിലുള്ള ചാലഞ്ചസിൽ ഒരു 2030 എമിഷൻസ്, എനിക്ക് തോന്നുന്നു ഈ ഗ്ലാസ്ഗോയുടെ ഏറ്റവും വലിയ ചാലഞ്ച് വരുന്നത് നമുക്ക് UN ഫ്രെയിംവർക്ക് കൺവെൻഷനിൽ 2020 നമ്മൾ പാരീസ് എഗ്രിമെന്റിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ പാരീസ് എഗ്രിമെന്റ് ഇംപ്ലിമെന്റേഷന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ച് ഉള്ളത് പാരീസിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള $1 ബില്യൺ എന്നുള്ള ഒരു നമ്മുടെ OECD അല്ലെങ്കിൽ റിച്ച് കൺട്രീസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. അത് വളരെ മോശമാണ്. അതിൽ പറയാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ UNന്റെ മുന്നിൽ എത്തിയിട്ടില്ല. കമ്മിറ്റ്മെന്റ്സ് എത്തിയിട്ടില്ല, പൈസയല്ല, കമ്മിറ്റ്മെന്റ്സ് നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. അതൊരു വലിയ ചാലഞ്ചാണ്. രണ്ടാമത്തെ ഒരു ചാലഞ്ച് ഉള്ളത് എന്താണ് ഷോർട്ട് ടേം റിഡക്ഷൻ. എനിക്ക് എന്റെ മുൻ പാനലിസ്റ്റുകൾ പറഞ്ഞു, നമുക്ക് ഒരു ഗ്ലോബലി തന്നെ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉള്ളത് ഈ കോൾ വേഴ്സസ് ക്ലീൻ എനർജി എന്നുള്ളത് വലിയൊരു ഡിബേറ്റബിൾ പോയിന്റും അതിന്റെ മുകളിൽ ഒരുപാട് ഒച്ചയും ബഹളവും ഗ്ലാസ്ഗോയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് ലോബിയിങ് നടക്കുന്നുണ്ട് ഗ്ലാസ്ഗോയിൽ. അതുപോലെ തന്നെ ഉയരുന്ന വേറൊരു പ്രശ്നമുള്ളത് നമ്മൾ ഫുഡ് സിസ്റ്റംസ് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ അതാണ് ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ച ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ഫുഡ് സിസ്റ്റത്തിലേക്ക് ഒരു ഇവോൾവ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭൂമി, നമ്മളിപ്പോ കേരളത്തിന്റെ തന്നെ പശ്ചാത്തലം നോക്കുകയാണ്, 1 ഏക്കർ ഭൂമി ഒരു ക്രോപ്പ് കവർ ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അത് 0.9 ടൺസ് ഓഫ് കാർബൺ എമിറ്റ് ചെയ്യും ഒരു വർഷം. അപ്പൊ അത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് ലാൻഡ് യൂസിനെ നമ്മൾ ഒരു 360 ഡേയ്സ് ഓഫ് കവർ ഓൺ ഒരു ഭൂമിക്ക് മൊത്തമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എമിഷൻസ് കുറക്കാൻ പറ്റും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പാരീസ് ഉച്ചകോടിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുള്ള അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പാരീസ് എഗ്രിമെന്റ് നടപ്പിലാക്കാൻ നേരത്തെ മനോജ് INDC ഇന്റൻഷണൽ നാഷണൽ ഡിറ്റർമിനൻസിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുള്ളത് ഇന്ത്യ വിതരണം ചെയ്യുന്ന 5 ചാക്ക് ഫെർട്ടിലൈസറിൽ 1 ലോക്കലി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന കമ്പോസ്റ്റ് ആയിരിക്കും എന്നുള്ള വളരെ, അതായത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചുള്ള വളരെ വളരെ ഗൗരവമുള്ള വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പ്രധാനമന്ത്രി പാരീസിൽ വെച്ച് പറഞ്ഞത്. അത്തരത്തില് നമ്മള് ഡോക്ടർ റോക്സി മാത്യുവിലേക്ക് ഞാൻ വരികയാണ്. ഡോക്ടർ റോക്സി മാത്യു, ഇതിനകത്ത് ഇപ്പോൾ ബാക്കി നിൽക്കുന്നതായ കാര്യം 2015 പാരീസ് ഉച്ചകോടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ വാസയോഗ്യമായ കാലാവസ്ഥ എങ്ങനെ നിലനിർത്തും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതെ, എനിക്കിവിടെ എല്ലാവരും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ എനിക്കിവിടെ ഒരുപാട് ഉത്കണ്ഠയുണ്ട്, ആശങ്കയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ IPCC റിപ്പോർട്ടിൽ ഏറ്റവും കഴിഞ്ഞ 6ാമത്തെ IPCC അസസ്മെന്റ് റിപ്പോർട്ടിൽ പാർട്ടായിരുന്നു. അപ്പൊ ഇതിൽ കൂടുതലും ശാസ്ത്രജ്ഞന്മാരാണ് ഇതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ ഡേറ്റയും സയന്റിഫിക് എവിഡൻസും ഒക്കെ വെച്ചാണ് ഈ IPCC റിപ്പോർട്ട് എങ്ങനെ കാലാവസ്ഥ മാറുന്നു, എത്രമാത്രം മാറുന്നു, എവിടെയൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട്സ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ കോപ്പിലേക്ക് വരുമ്പോൾ, ഈ COP26 വരുമ്പോൾ സയന്റിസ്റ്റ് എല്ലാം ദേ ആർ ടേക്കിംഗ് എ ബാക്ക് സീറ്റ്. ഞങ്ങൾ മിക്കവാറും ശാസ്ത്രജ്ഞന്മാരും തന്നെ അവിടെ ഇല്ല. അവിടെ കൂടുതലും പോളിസി മേക്കേഴ്സ് ആണ്, പൊളിറ്റീഷ്യൻസ് ആണ് അവിടെ തീരുമാനം എടുക്കുന്നത്. പക്ഷെ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് പലപ്പോഴും പൊളിറ്റിക്കൽ വിഷൻ വെച്ചാണ്, ഡെവലപ്മെന്റ് മുമ്പിൽ വെച്ചാണ്. ക്ലൈമറ്റ് ചേഞ്ച് അവിടെ ഒരു പ്രയോറിറ്റി അല്ല, ഇമ്പാക്ട്സ് അവിടെ ഒരു പ്രയോറിറ്റി അല്ല പൊതുവായിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ 2015 പാരീസ് അഗ്രിമെന്റിലേക്ക് വരുവാണെങ്കിൽ അവിടെ പല രാജ്യങ്ങളും US, യൂറോപ്പ്, ചൈന, ഇന്ത്യ ഒക്കെ പല കമ്മിറ്റ്മെന്റ്സ് എടുത്തു. പക്ഷെ ആ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ബൈൻഡിങ് അല്ല, അല്ലെ? ബൈൻഡിങ് അല്ലെന്ന് വെച്ചാൽ ആ കമ്മിറ്റ്മെന്റ്സ് ഈ രാജ്യങ്ങളൊന്നും ആ കമ്മിറ്റ്മെന്റ്സ് ഫോളോ അപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ലായിരുന്നു. അപ്പൊ അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം. അതുമാത്രമല്ല, ഏറ്റവും പുതിയ അസസ്മെന്റ് റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ അന്ന് 2015 പാരീസിലെടുത്ത കമ്മിറ്റ്മെന്റ്സ് എല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ കൂടി ആഗോള താപനം
നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നൊരു കണ്ടുപിടുത്തമായിരുന്നു ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഈയിടെ വന്ന ആ അസസ്മെന്റ് റിപ്പോർട്ടിൽ. അതായത് വരുന്ന 2 ദശകങ്ങളിൽ ഇൻ 2 decades the temperature will cross 1.5 1.5 ഡിഗ്രി ക്രോസ് ചെയ്തിരിക്കും. പാരീസ് അഗ്രിമെന്റ് നമ്മൾ ഫോളോ ചെയ്താൽ കൂടി അതിന്റെ 10 മടങ്ങെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലേ, അത് ഫോളോ അപ്പ് ചെയ്തെങ്കിലേ മാത്രമേ ഇത് നമുക്ക് ഒരു ആ കേർവ് നമുക്ക് ഫ്ലാറ്റൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡിന്റെ ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ്. നമ്മളിപ്പോ എല്ലാ എമിഷൻസ് നിർത്തിയാൽ കൂടി ആ കാർബൺ ഡയോക്സൈഡ് 100 അല്ലെങ്കിൽ 1000 വർഷങ്ങളോളം നിലനിൽക്കും. അത് മാത്രമല്ല ഈ സമുദ്രങ്ങൾ ഇത് വലിച്ചെടുക്കുന്നത് വളരെ സ്ലോ പ്രോസസ്സിൽ കൂടെയാണ്. അപ്പം വിച്ച് മീൻസ് ദാറ്റ് സോ ദർ വാസ് ദിസ് പോയിന്റ് ഓൾസോ ഈ റിപ്പോർട്ടിൽ കൂടെ വന്നത്, ഈ നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഇറിവേഴ്സിബിൾ ആണ് ഇൻ ഹ്യൂമൻ ടൈം സ്കെയിൽസ്. അതായത് നമ്മളും നമ്മുടെ മക്കളും അവരുടെ മക്കളും എല്ലാം ആ ജീവിച്ചിരിക്കുന്ന 1000 വർഷങ്ങളോളം നമ്മൾ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം കാണും. പക്ഷെ അത് കൂടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതാണ് COP26 നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാർബൺ എമിഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ നോക്കുന്നത് എപ്പോഴും എമിഷൻസ് കർബ് ചെയ്യാനാണ്. പക്ഷെ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ സ്കെയിലിൽ നിന്ന്, അത് ഒരു വ്യക്തിയുടെ സ്കെയിലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രത്തിന്റെ ആ സ്കെയിലിൽ നിന്നൊക്കെ വിട്ടുപോയിരിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പൊ ഓഡിയൻസ് ഇത് കാണുന്ന ഓഡിയൻസിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് അഡാപ്റ്റേഷൻ ആണ്. എങ്ങനെ ഇതിനോട് പൊരുത്തപ്പെട്ട് പോകാം, അതാണ് ഏറ്റവും. ഇപ്പം ഹോസ്റ്റ് ചോദിച്ച ആ ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മൾ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാം, എങ്ങനെ അഡാപ്റ്റ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് വന്നിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് മഴയുടെ മാറ്റങ്ങളിലാണ്, പ്രത്യേകിച്ച് കാലവർഷത്തിലെയും തുലാവർഷത്തിലെയൊക്കെ. മഴയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം നീണ്ട കുറെ നാളുകൾക്ക് വരണ്ട ദിവസങ്ങളും കുറച്ച് ദിവസങ്ങളിൽ വെള്ളപ്പൊക്കം വരാൻ പറ്റുന്ന അത്രയും മഴയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വരുന്നു. അങ്ങനെ ഒരു പ്രവണത കാണുന്നു. അതുകൊണ്ട് വരൾച്ചയും വെള്ളപ്പൊക്കവും ഒരേപോലെ ഒരു വർഷം അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഓൾറെഡി നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ സൈക്ലോണുകളുടെ എണ്ണവും ശക്തിയും കൂടിക്കൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് അറബിക്കടലിൽ. അപ്പൊ ഇതുപോലത്തെ മാറ്റങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് കൂടുതലായിട്ട് വരുന്നതെന്ന് നമ്മൾ ഒരു റിസ്ക് ഇവാലുവേഷൻ നടത്തണം. അത് നാഷണൽ ലെവലിലൊക്കെ നടത്തുമായിരിക്കാം, പക്ഷെ അതല്ല ആവശ്യം. നമ്മൾ മൈക്രോ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ, പഞ്ചായത്ത് ലെവലിൽ അത് നടത്തി അതിനുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണം. കാരണം സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഒക്കെ പല സ്റ്റേറ്റ്സും ആക്ഷൻ പ്ലാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ, ഞാൻ താമസിക്കുന്ന മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു ആക്ഷൻ പ്ലാനുള്ള അവര് ഏറ്റെടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാനവും അങ്ങനെ ഒരു ആക്ഷൻ പ്ലാനിന് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് മൈക്രോ ലെവലിൽ നടത്തണം. അതിന് മാപ്പിംഗ് നടത്തണം. എവിടെയൊക്കെയാണ് വെള്ളപ്പൊക്കത്തിന് ചാൻസസ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഉരുൾപൊട്ടലിനുള്ള ചാൻസസ് ഉള്ളത്, ഇതിനൊക്കെ നമുക്ക് ഡേറ്റ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതിനുള്ള സാങ്കേതിക വിദ്യയുണ്ട് നമുക്ക്. അതനുസരിച്ച് ഒരു ലോങ് ടൈം വിഷൻ. ഡോക്ടർ റോക്സി മാത്യു, ഡോക്ടർ ത്രിവിക്രംജി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. തദ്ദേശ സ്ഥാപനങ്ങൾ ആ ഒരു തലത്തിൽ മുതൽ തന്നെ ഉണരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വലിയൊരു പഠനം ആവശ്യമാണ്. ഇവിടെ നമുക്കറിയാം കേരളത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ നടത്തുന്നത് ഈ ഉരുൾപൊട്ടലും എല്ലാം കഴിയുമ്പോഴായിരിക്കും. ആ ഒരാഴ്ചയാണ് തകൃതിയായിട്ട് ഇതെല്ലാം നടക്കുന്നത്. പിന്നെ ഇതെല്ലാം വീണ്ടും മടക്കി കെട്ടി മാറ്റിവെക്കുകയും ചെയ്യുകയല്ലേ. വാസ്തവത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും കൂടുതലുള്ള വിഷമം അനുഭവിക്കാൻ പോകുന്നത് ട്രോപ്പിക്കൽ ബെൽറ്റിലുള്ള നേഷൻസാണ്. ട്രോപ്പിക്കൽ ബെൽറ്റിലെ നേഷൻസിന് മുഴുവനും വളരെ ഐദർ ദേ ആർ ഡെവലപ്പിംഗ്, അല്ല എങ്കിൽ അണ്ടർ ഡെവലപ്ഡുമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം, വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മഴയില്ലായ്മയുമാണ് ട്രോപ്പിക്സിലെ. കാരണം നമ്മുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നോർത്ത് അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ വീറ്റ് ബെൽറ്റ് കുറേ കൂടെ വടക്കോട്ട് പോകും. കാനഡയിലാണെങ്കിൽ അവിടുത്തെ സ്നോ കവേർഡ് ഏരിയ കുറേ കൂടെ ഫെർട്ടൈൽ ലാൻഡായിട്ട് മാറും. അതുപോലെയല്ല നമുക്ക് ഒരു വശത്ത് ഭയങ്കര മഴയും മറുവശത്ത് മഴ ഇല്ലായ്കയും വരും. ഈ പറഞ്ഞ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഷോർട്ട് ഡ്യൂറേഷൻ റെയിൻഫാളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
അത് നമ്മളിപ്പം 18 കണ്ടു, കേരളത്തിലെ 19 കണ്ടു, 20 കണ്ടു, 20 അത്രയും കണ്ടില്ല, അതാ 21 വീണ്ടും കണ്ടു. ഇത് ഞാൻ കരുതുന്നത് ഇത്തരം ഒരു സിറ്റുവേഷനിൽ, ചേഞ്ച് ദ ക്ലൈമറ്റ് സിറ്റുവേഷനിൽ നമ്മുടെ സ്ലോപ്സ്, വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ സ്ലോപ്സ് മുഴുവൻ ഒരു പുതിയ ഇക്വിലിബ്രിയത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും അത് പെർസെപ്റ്റബിൾ ആയിട്ട് കാണുന്നില്ല, നമ്മളാരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ ഈ ഡിസ്റ്റർബൻസിന് മുഴുവൻ, സ്ലോപ്പ് ഡിസ്റ്റർബൻസിന് മുഴുവൻ കാരണം ഈ ഓവർ സപ്ലൈ ഓഫ് വാട്ടറാണ്, ഓവർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഉദാഹരണത്തിന് 290 മില്ലിമീറ്ററാണ് പീരിമീഡിൽ 2 ദിവസം മുമ്പ് കിട്ടിയത്, 24 മണിക്കൂറിൽ. അതിൻ്റെ സമീപത്തെ കേരള യൂണിവേഴ്സിറ്റി ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വെതർ മോണിറ്ററിംഗ് ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ടെലിമെട്രി സമ്പ്രദായമുള്ള വേറൊരു സ്റ്റേഷനുണ്ട്, അവിടെ 216 മില്ലിമീറ്ററാണ്. അതായത് വിതിൻ 24 hours ദിസ് മച്ച് ഓഫ് റെയിൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഈ 100 year റെയിൻ എന്ന് പറഞ്ഞാൽ 1% പ്രോബബിലിറ്റി ഉള്ള റെയിനാണ്. ഇപ്പോൾ അത് ആനുവൽ റെയിൻഫാളായിട്ട് മാറുന്നു. അന്നേരം പറ്റുന്നത് നമ്മുടെ സ്ലോപ്സ് അൺസ്റ്റേബിൾ ആവുന്നു, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. ഈ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പുതിയ ഒരു സ്റ്റെബിലൈസ്ഡ് മോഡിലേക്ക് മാറിയേ പറ്റൂ. അതായത് വരും വർഷങ്ങളിൽ, വരുന്ന ദശകങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ വടക്കുന്ന് തെക്കേ അറ്റം വരെ നമ്മളൊരു സീരീസ് ഓഫ് ലാൻഡ് ഡിസ്റ്റർബൻസ്, സ്ലോപ്പ് ഡിസ്റ്റർബൻസ് കാണും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, വാസ്തവം പറഞ്ഞാൽ ഏറ്റവും LSD ലെവലിൽ ഇവരെ പഠിപ്പിക്കണം. എന്താണ് ഇവിടുത്തെ പ്രശ്നം, എന്തുകൊണ്ടാണ് ലാൻഡ് സ്ലിപ്പ് വരുന്നു, ഇവിടെ എർത്ത് ക്വേക്ക് വരുന്നില്ല, അഥവാ ഉണ്ടെങ്കിലെങ്കിലും എർത്ത് ട്രെമേഴ്സേ ഉള്ളൂ. അതും ഈ സമീപകാലത്ത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ ക്വാറീസിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ ക്വാറിയിലുള്ള ഒരു ട്രെമറും ആ പറയുന്ന സോയിൽ ക്യാപ്പിനെ, അതായത് ABC ഹൊറൈസൺസിൽ Bയും Cയും ഹൊറൈസൺസ് മോറാറുള്ള സ്റ്റേബിളാണ്. A ഹൊറൈസണും പാർട്ട് ഓഫ് B ഹൊറൈസണുമാണ് സ്ലൈഡ് ചെയ്ത് വരുന്നത്. എന്താ പറ്റുന്നത്, ഇതെല്ലാം ഒരു വാലിയുടെ ഗൈഡൻസിലാണ്, ഒരു വാലി പോലെ ആണ് വരുന്നത്. അതായത് പരന്നല്ല വരുന്നത്, ഒരു ഷൂട്ട് പോലെ, CHUT പോലെ അങ്ങനെയാണ് വരുന്നത്. അതെന്താണ്, അതിൻ്റെ അടിയിൽ ഒരു പഴയ സ്ട്രീം ഉണ്ടായിരുന്നു. ഈ സ്ട്രീമിനെ മുഴുവൻ നമ്മൾ മണ്ണിട്ട് മൂടിയിട്ട് കൃഷി ചെയ്തു, ഒരു കുഴപ്പമില്ല, അണ്ടിൽ ദ ക്ലൈമറ്റ് മിസ്ബിഹേവ്ഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സ്ലോപ്പ് സ്റ്റെബിലിറ്റിയുടെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ കുറേ കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് ഫയലിൽ വെക്കുന്നതിന് പകരം ഓരോ LSDയും ഓരോ വാർഡിലും ഓരോ സ്കൂൾ തലത്തിലും ഈ ഇൻഫർമേഷൻ, ഈ അറിവ് കൊണ്ട് എത്തിക്കണം. അത് നമുക്കവിടെ കൃഷി ചെയ്യാം, പക്ഷേ വാസയോഗ്യമാണോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. ഇതിന് മുൻകൈ എടുക്കേണ്ടത്, നമുക്ക് ടെക്നോളജി ഉണ്ട്, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ. നമ്മളിവിടെ കേരളത്തിലാണെങ്കിൽ ജിയോ സ്പേഷ്യലായിട്ട് ഒന്നും ചെയ്യാറില്ല. നമ്മുടെ ഈ പറഞ്ഞ റവന്യൂ ലാൻഡിൻ്റെ പോലും മാപ്പിംഗ് ജിയോ സ്പേഷ്യലായിട്ടല്ല ചെയ്യുന്നത്. വളരെ വ്യക്തമാണ്. അപ്പോൾ അതിനകത്ത് വാസയോഗ്യമായിട്ടുള്ളത് മാറ്റണം, അതുപോലെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് വേർതിരിച്ചെടുക്കണം എന്നുള്ളതാണ് അല്ലേ? അതെ. ശ്രീ ത്രിവിക്രംജി പറയുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ജോർജ് വർഗീസിലേക്ക് വരുന്നതാണ്. വർത്തമാനകാലം തുടരുകയാണ്. ആഗോള കാലാവസ്ഥാ നയങ്ങൾ പര്യാപ്തമോ എന്നന്വേഷിക്കുകയാണ്. ഡോക്ടർ ജോർജ് വർഗീസ്, ഈ കാലാവസ്ഥാ പ്രതികരണത്തെ ഈ ദുർബലപ്പെടുത്താനായിട്ടൊക്കെ രാഷ്ട്രങ്ങൾ UN ഒരുപക്ഷെ ലോബി ചെയ്യുന്നുണ്ട് എന്നും പരക്കെ വാർത്തയുണ്ടല്ലോ. അത് ശരിയാണ്, അതൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. പല രാജ്യങ്ങളും ഈ COP സമ്മിറ്റ് അല്ലെങ്കിൽ അതിലെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അത്ര ഗൗരവത്തിൽ വേണ്ട, വളരെ ലാഘവത്തിൽ മതി എന്ന് ഉള്ള രീതിയിൽ രാഷ്ട്രത്തലവന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് അത്തരത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടുള്ള ആരോപണങ്ങൾ പരക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഇന്ന് മാത്രമല്ല, ഇതിനു മുമ്പുള്ള പല COP സമ്മിറ്റുകളിലും സമ്മിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ സമ്മിറ്റിൽ തന്നെ അവർ പറയുന്നത് 3 കാര്യങ്ങളാണ്. കാലാവസ്ഥ വ്യതിയാനം തടുക്കണമെങ്കിൽ
3 കാര്യങ്ങൾ ചെയ്യണം. 1, എഫിഷ്യൻ്റ് ആയിരിക്കണം, കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കണം. 2, എഫക്റ്റീവ് ആയിരിക്കണം, ഒരു ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കണം. 3, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. സുതാര്യത അല്ല, ആത്മാർത്ഥത. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളോടുകൂടി രാഷ്ട്രത്തലവന്മാരും പോളിസി മേക്കേഴ്സും ഒക്കെ പ്രവർത്തിക്കാതിരുന്നാൽ ഈ കാലാവസ്ഥാ വ്യതിയാനം, മുമ്പേ റോക്സി മാത്യു പറഞ്ഞതുപോലെ ഈ കർവ് ഫ്ലാറ്റൻ ചെയ്യുക. കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർധനമെന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്നതാണ്. അതൊന്ന് നിലപ്പിക്കാനായിട്ട്, ഒരു പരിധിയിലെങ്കിലും കൊണ്ട് എത്തിച്ചു നിർത്താനായിട്ട് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ വരുന്ന തലമുറ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 വർഷമൊക്കെ ജീവിച്ചിരുന്നവർ അവരുടെ ആയുസ്സിൻ്റെ നല്ലൊരു പങ്ക് ചെലവഴിച്ചു കഴിഞ്ഞു. ഇനി വരുന്നവർക്ക്, അവർക്ക് ശുദ്ധവായു ഇല്ല, അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ല, ദുരിതങ്ങളോട് ദുരിതങ്ങൾ തന്നെ. ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കാലത്തിൻ്റെ പിന്നിലേക്ക് നമ്മൾ മാറിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യബോധത്തോടു കൂടി ഇഫക്റ്റീവായിട്ട് പെരുമാറണം. റോക്സി പറഞ്ഞു, ലോക്കൽ ലെവലിൽ ഇത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഏതായാലും കാലാവസ്ഥ മാറുന്നുണ്ട്, അതിനോടനുബന്ധിച്ച് ജീവിക്കാനുള്ള പരിശീലനം വേണം. അത് തീർച്ചയായിട്ടും വേണം. പക്ഷേ അതോടൊപ്പം തന്നെ കാലാവസ്ഥ മാറ്റത്തിന് തടയാൻ വേണ്ടിയിട്ട് എന്നാലാവുന്നത് എന്ത് ചെയ്യാൻ സാധിക്കും, രാജ്യത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും, ലോക്കൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ നമ്മൾ നോക്കണം. ഏതൊരു പദ്ധതി നടത്തിയാലും, ഏതൊരു പ്രോജക്റ്റിന് ഇറങ്ങിത്തിരിച്ചാലും അതിനു മുമ്പ് 100 വട്ടം ആലോചിക്കണം. ഇതുമൂലം കാലാവസ്ഥയ്ക്ക് എന്തുമാത്രം വ്യതിയാനം, ഹാനി സംഭവിക്കും, ഇതുമൂലം എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് എന്ത് സംഭവിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ തന്നെ 0 എമിഷൻ വേണമെന്ന് പറയുന്നു. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാതെ, കാർബൺ ഡൈ ഓക്സൈഡ് തീരെ പുറത്തേക്ക് വിടാതെയുള്ള വൈദ്യുത ഉൽപ്പാദനം നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തുകൂടി അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഐഡൽ പ്രോജക്റ്റുകളിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള വെള്ളമുള്ളപ്പോൾ ആ വെള്ളം നമ്മൾ ഒരു വഴി കൂടെ പാഴാക്കി കളയുന്നു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളത് വേറൊരു രീതിയിൽ വിനിയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം ഇതുമൂലം കാലാവസ്ഥയ്ക്ക് ഞാൻ എന്തെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടോ എന്നൊരു പരിശോധന എല്ലാവരും നടത്തണം. ഇതില്ലാതെ, ഏറെ ആത്മാർത്ഥതയോ ലക്ഷ്യബോധമില്ലാതെ, സത്യസന്ധതയില്ലാതെ പ്രവർത്തിച്ചാൽ കാലാവസ്ഥാ വ്യതിയാനം ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഡോക്ടർ MG മനോജ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോബി കാലാവസ്ഥാ വ്യതിയാനം പോലെ തന്നെ വലിയൊരു ഭീഷണിയായിട്ട് നിൽക്കുമ്പോൾ ഇതിനെ ചെറുക്കാനായിട്ട് ആർക്ക് സാധിക്കും എന്നുള്ളതാണ്. അതൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം തന്നെയാണ്. കാരണം അമേരിക്ക, ചൈന, യൂറോപ്പ്, ഇന്ത്യ, ഈ രാഷ്ട്രങ്ങളെല്ലാം ചേരുമ്പോൾ തന്നെ, അതുപോലെ ഓസ്ട്രേലിയ, ലോകത്തെ ആകെ കാർബൺ ഉത്സർജനത്തിൻ്റെ ഒരു 90%-ഓളമായി. പിന്നെയുള്ളത് കുഞ്ഞു കുഞ്ഞു രാഷ്ട്രങ്ങളാണ്. അവർ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിട്ട് കൂടിയില്ല. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള വലിയ വൻകിട രാജ്യങ്ങൾ ചെയ്യുന്ന ആ ദുഷ്പ്രവൃത്തിയുടെ ഭാഗമായി ദുരിതം അനുഭവിക്കേണ്ടി വരുന്നവരാണ്. നമുക്കറിയാം, ഞാൻ കൃത്യമായി വർഷം ഓർക്കുന്നില്ല, ഒരു ഇന്തോനേഷ്യയിലോ മറ്റോ വെള്ളത്തിനടിയിൽ ഒരു കോൺഫറൻസ് അവർ പ്രതീകാത്മകമായിട്ട് നടത്തുകയുണ്ടായി. വരും തലമുറയിൽ ഒരു കാർട്ടൂൺ കൂടി ഞാൻ ഈ അടുത്തിടയ്ക്ക് കാണുകയുണ്ടായി. ഒരു വെള്ളക്കെട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ലോകരാഷ്ട്രത്തിലെ നേതാക്കന്മാരെല്ലാവരും കൂടി ആഗോളതാപനം എങ്ങനെ തടയണം എന്നുള്ളത് സംബന്ധിച്ച് ഗൗരവമായ ഒരു ചർച്ച നടത്തുകൊണ്ടിരിക്കും, കടുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് മാറുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇത്തരം വികസിത രാജ്യങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിൻ്റെ പരിണത ഫലം അനുഭവിക്കുന്ന കുഞ്ഞു രാഷ്ട്രങ്ങളെ സാങ്കേതികമായി അവർക്ക് സാങ്കേതിക വിദ്യ കൈമാറുകയും അതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്, അതിനെക്കുറിച്ച് കോപ്പിൽ പറയുന്നുണ്ട്. ആ ഫണ്ട് കൈമാറ്റം നടത്തുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രവും തയ്യാറില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്ക് അവരുടെ രാജ്യത്തിന്റെ GDP വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞു രാഷ്ട്രങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോ അത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എമിഷൻ, അതുപോലെ ആ രാജ്യങ്ങളെയെങ്കിലും ചുരുങ്ങിയത് അതിജീവനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയും സാമ്പത്തികവും കൊടുക്കുന്നതിന് വേണ്ടി ഈ ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും ആദ്യം തയ്യാറാവണം എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്ത് ഒരു നേരം പോലും ശരിക്കും ഭക്ഷണം കഴിക്കാനില്ലാതെ ജനങ്ങൾ കൊടിയ ദുരിതം അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്.
അതുപോലെ തെക്കേ അമേരിക്കയിലെ പല രാഷ്ട്രങ്ങളുമുണ്ട്. ഇത്തരം രാഷ്ട്രങ്ങൾക്കൊക്കെ ചുരുങ്ങിയ പക്ഷം വികസനത്തിന്റെ പാതയിലേക്ക് വന്നു എങ്കിൽ മാത്രമേ അവിടെയുള്ള യുവാക്കൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും കൊടുക്കുക വഴി അവരുടെ പട്ടിണി മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പം ഇവിടെ വേണ്ടത് ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ല, മറിച്ച് ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള വികസന നയങ്ങൾ വലിയ രാഷ്ട്രങ്ങൾ കൈക്കൊണ്ടാൽ മാത്രമാണ് നമുക്ക് ലോകത്ത് എല്ലാ ജനങ്ങളും ചുരുങ്ങിയത് ഒരു 2 നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് പല വിധങ്ങളായിട്ടുള്ള ഭൂപ്രകൃതിയുള്ള ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൽ തന്നെ നമ്മൾ പറയുന്നത് ഈ ആഗോളതാപനത്തെ ചെറുക്കുന്നതിന് വേണ്ടി ഏകദേശം 2.5 മുതൽ 3 ബില്യൺ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിങ്ക് അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു പിടിക്കുന്ന കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം കൂടുതൽ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റേഷൻ നടപ്പാക്കുക, അല്ലെങ്കിൽ വനവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വലിയ പദ്ധതികൾ നമുക്ക് ഒരു സമയത്ത് കൊണ്ടുപോവുകയും നമ്മുടെ പ്രതിശീർഷ ഉപഭോഗം കുറച്ചു കൊണ്ടുവരികയും എല്ലാവരും ചുരുങ്ങിയ പക്ഷം ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ കുഞ്ഞു രാഷ്ട്രങ്ങൾക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ എല്ലാം കമ്പോളത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു മനസ്ഥിതിയുണ്ട്. ആ മനസ്ഥിതി മാറുകയും വേണം. വളരെ പ്രധാനപ്പെട്ട വേറൊരു വസ്തുത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആഗോള ജനസംഖ്യ. അതാണ് ഇതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നമ്മുടെ ജനസംഖ്യ ഒരു ഭൂവിഭാഗത്തിൽ എല്ലാ വിഭാഗം സസ്യലതാദികളും ജന്തു വിഭാഗങ്ങളും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇന്ന് നോക്കിയാൽ മനുഷ്യരുടെ എണ്ണം ബാക്ടീരിയ പെരുകുന്നത് പോലെ തന്നെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ജനസംഖ്യ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ ഡെൻസിറ്റി വർദ്ധിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഞാൻ വളരെ വ്യക്തമാണ്. ശ്രീ മനോജ്, ശ്രീ ജയകുമാർ, അപ്പോൾ ഇവിടെ ശ്രീ മനോജ് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമാവുകയാണ്. നമുക്ക് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കഥയെക്കുറിച്ച് ഓർത്തു നോക്കിയാൽ അതിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ എനിക്കും ജയകുമാറിനും ഈ ത്രിവിക്രമൻജിക്കും ഉള്ള സതേസ്ഥാനം മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ആഫ്രിക്കയിലെ പട്ടിണിയെക്കുറിച്ച്. അവിടെ കൂടുതൽ ഈ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യത്തിനും സ്ഥാനഭ്രംശത്തിനും കാരണമായിട്ടില്ലേ? തീർച്ചയായിട്ടും ഒരു വളരെ കോംപ്ലക്സ് ഇഷ്യൂ ആണ് വിജയനാഥ്. എനിക്ക് തോന്നുന്നു ബഷീർ പറയുന്ന ഈ അണ്ടകടാഹത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളിപ്പം ഗ്ലാസ്ഗോയിലേക്ക് നോക്കുന്നത്. ഞാൻ ഗ്ലാസ്ഗോയിൽ ഒരു സൈഡ് ഇവന്റ് ആണല്ലോ ഓർഗനൈസ് ചെയ്യുന്നത് എനർജി ട്രാൻസിഷനെ കുറിച്ച്. എനിക്ക് തോന്നുന്നില്ല റോക്സി മാത്യു പറഞ്ഞതാണ് ഞാൻ കുറച്ചുകൂടെ മനോജന്റെ പ്രസ്താവനയ്ക്ക് മുന്നേ നോക്കുന്നത്. ഒന്ന്, റോക്സി പറഞ്ഞൊരു കാര്യമുള്ളത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യയുടെ എമിഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങള് 2016 തൊട്ട് നോക്കിയിട്ടുള്ള ചില കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പൊ വയനാട് മീനങ്ങാടി എന്ന് പറഞ്ഞൊരു ഗ്രാമപഞ്ചായത്തില് അതിന് മൊത്തം നെറ്റ് സീറോ അച്ചീവ് ചെയ്യണമെങ്കിൽ ആ ഗ്രാമപഞ്ചായത്തിന് 2020 15,000 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലൻസ് എന്നാണല്ലോ പറയുന്നത്. അത് ഓഫ്സെറ്റ് ചെയ്താൽ മതി. നമുക്ക് വയനാട് ജില്ല എടുക്കുകയാണെങ്കിൽ 6,10,000 ടൺ ഓഫ്സെറ്റ് ചെയ്താലാണ് വയനാട് ജില്ലയ്ക്ക് ഒരു നെറ്റ് സീറോ അച്ചീവ് ചെയ്യാൻ പറ്റുക. കേരളത്തിനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് 8.13 കോടി ടൺ നമ്മൾ ഓഫ്സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നെറ്റ് സീറോ എത്താൻ പറ്റുള്ളൂ. അതിലൊരു വലിയ ഡിഫറൻസ് വരുന്നത് ഈ മീനങ്ങാടി പഞ്ചായത്തിന്റെയും വയനാടിന്റെയും കേരളത്തിന്റെയും കൂടെ നോക്കുമ്പോൾ കേരളത്തിന്റെ 91% എമിഷൻസ് വരുന്നത് എനർജി സെക്ടറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ റോക്സി പറഞ്ഞതുപോലെ ഓരോ പ്രദേശത്തിനും അതിന്റെ പ്രത്യേകതകൾ അനുസരിച്ചുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻസും നമ്മൾ നടപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങള് ഈ ഗ്ലാസ്ഗോയിൽ ഒരു സൈഡ് ഇവന്റിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ എനർജി ട്രാൻസിഷൻ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ്. എങ്ങനെയാണ് ഒരു സബ് നാഷണൽ വർക്ക് എങ്ങനെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത്, ഒരു നാഷണൽ വർക്ക് മാത്രം ഒരുപക്ഷെ ഒരു INDC-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നോക്കിയതുകൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ സബ് നാഷണൽ ലെവലിൽ ഉണ്ടാവുന്ന വലിയൊരു മൂവ്മെന്റ് മാത്രമേ നമുക്ക് നാഷണൽ ഡിറ്റർമിനൻസിനെ സഹായിക്കൂ എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അതിന്റെ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു ഞാൻ മനോജ് പൂർണ്ണമായിട്ട് അങ്ങ് യോജിക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വലിയ പ്രശ്നമുള്ളത് റിസോഴ്സിന്റെ ഹാൻഡ്ലിംഗ് ആണ്. ഈ റിസോഴ്സസിന്റെ ഒരു പോളറൈസേഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു ക്രൈസിസ് വരുന്നത്. നമ്മള് ഫുഡിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോ നേരത്തെ മനോജ് തന്നെ സൂചിപ്പിച്ച നമുക്ക് ഈ ഗ്ലാസ്ഗോയിൽ മാത്രമല്ല ഈ പാരീസ് അക്കോർഡ് റിയലൈസ് ചെയ്യണമെങ്കിൽ 2 ക്രൂഷ്യൽ ഫാക്ടേഴ്സ്. അത് റിച്ച് കൺട്രീസിന്റെ ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ആണ്.
രണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ ആണ്. ഈ രണ്ട് കാര്യത്തിലും ഉണ്ടാകുന്ന ഡിലേസും അല്ലെങ്കിൽ പലതരത്തിലുള്ള റെഗുലേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റൻ ആയിട്ട് വരുന്നത്. ആ പൊളിറ്റിക്കൽ ക്വസ്റ്റൻ അഡ്രസ് ചെയ്യപ്പെടാത്തിടത്തോളം നമ്മൾ അച്ചീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു റോഡ് മാപ്പാണ്. ഞാൻ കഴിഞ്ഞൊരു 20 വർഷമായിട്ട് UN കൺവെൻഷനിൽ പല കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആളാണ്. റോക്സി പറഞ്ഞൊരു വലിയ പ്രശ്നമാണ് ഇതിനകത്തുള്ളത്. കാരണം ഇതില് ഗ്ലാസ്ഗോയിൽ എടുക്കുന്ന തീരുമാനം ശാസ്ത്ര സംബന്ധിയായ തീരുമാനമല്ല, അതൊരു പൊളിറ്റിക്കൽ കൊടുക്കലും വാങ്ങലുമാണ്. ആ പൊളിറ്റിക്കൽ കൊടുക്കലും വാങ്ങലുകളിലും ലോകത്തിനെയോ ഈ അണ്ടകടാഹത്തിനെയോ വിജയൻ സൂചിപ്പിച്ച മനുഷ്യനെയോ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ വലിയ പ്രശ്നങ്ങളുള്ളത്. ആ പ്രശ്നം നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഞങ്ങളുടെ ഓഫീസ് ഞങ്ങൾ 0 ഗ്രിഡാണ് കഴിഞ്ഞ ഒരു വർഷമായി, 0 ഡിപ്പെൻഡൻസ് ഓൺ ഗ്രിഡാണ്. അത്തരത്തിൽ നേരത്തെ നമ്മുടെ ഓരോ ജീവിതത്തിലും നമ്മുടെ ഭക്ഷണത്തിന് നമുക്ക് നെറ്റ് 0 ആക്കാൻ പറ്റുമോ? അത് വളരെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളത് ഈ ലോക്കൽ ഗവൺമെന്റ്സിന്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ ബാസ്മിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ MTech സ്റ്റുഡൻസിന്റെ ഒരു ഇന്റേൺഷിപ്പ് വന്നപ്പോ ഒരു പഞ്ചായത്തിന് ഒരു ബിക്കമിങ് കാർബൺ ന്യൂട്രൽ എന്നുള്ള ഒരു ഐഡിയയില്ല. അതിൽ എനിക്ക് തോന്നുന്നു എമിഷൻസ് ഇല്ലാതാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ UNFCCC ഫ്രെയിംവർക്ക് നമ്മൾ എമിഷൻ ഇല്ലാത്തതിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, എമിഷൻ ബാലൻസിങ്ങിനെ കുറിച്ചും നമ്മുടെ സിക്വസ്ട്രേഷനും എനിക്ക് തോന്നുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷൻസ് നോക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോക്സി സൂചിപ്പിച്ച അഡാപ്റ്റേഷൻ എന്നുള്ളത് തന്നെയാണ്. അതിലൊരു വലിയ ഫോക്കസ് ഇന്ത്യ കൊടുക്കേണ്ടി വരുന്നുണ്ട്, കേരളം കൊടുക്കേണ്ടി വരുന്നുണ്ട്, അത് ഓരോരുത്തരും കൊടുക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വളരെ വ്യക്തമാണ്. ജയകുമാർ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ റോക്സി മാത്യുവിലേക്ക് വരുന്നതാണ്. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂറിൽ. ലോകം പോയ വാരം. ഞായറാഴ്ച വൈകിട്ട് 6:30. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. വർത്തമാനകാലം തുടരുന്നു. ഗ്ലാസ്ഗോയിൽ വരാൻ പോകുന്ന കാലാവസ്ഥാ നയങ്ങൾ പര്യാപ്തമാകുമോ? ഡോക്ടർ റോക്സി മാത്യു, ഇതിനകത്ത് ഈ ഒന്നുകിൽ കാലാവസ്ഥാ വ്യതിയാനം മന്ദഗതിയിലാക്കുക, ആഗോളതാപനം 1.5 ഡിഗ്രിയിലേക്ക് നിലനിർത്തുക, ഇതല്ലേ വളരെ സുപ്രധാനമായ തീരുമാനത്തിലേക്ക് വരേണ്ടത്? അതെ, അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ രാഷ്ട്രങ്ങളും ഇപ്പോൾ ഈ രാഷ്ട്രങ്ങളൊക്കെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിപ്പോൾ അറിയത്തില്ല. അവിടെ ആ കൊടുക്കൽ വാങ്ങലുകൾ ആകാം പൊളിറ്റിക്കലായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടെ മറ്റ് സുഹൃത്തുക്കൾ പറഞ്ഞത് വെച്ച് അതിനെ ബേസ് ചെയ്ത് ഒരു ഐഡിയ ഇവിടെ അവതരിപ്പിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഡോക്ടർ ജയകുമാർ പറഞ്ഞതിനെ അത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സൂക്ഷ്മമായ ലെവലിൽ കാർബൺ ഓഡിറ്റിംഗ് നടത്തി എങ്ങനെ കാർബൺ ലെവൽസ് നമ്മൾ ഓരോ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് അവർ ചെയ്തു വന്നിരിക്കുന്നത്. അത് ഇവിടെ സംസാരിക്കാൻ വന്നവരും ഇത് തന്നെ പറഞ്ഞു, പ്രാദേശികമായ ലെവലിലും നമ്മൾ അത് കുറച്ച് കൊണ്ടുവരണം. അപ്പൊ അവിടെ ഡോക്ടർ മനോജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. പോപ്പുലേഷൻ, ഇന്ത്യയുടെ തന്നെ പോപ്പുലേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പം 1.3 ബില്യൺ ആണ് പോപ്പുലേഷൻ. 2050 ആകുമ്പോഴത്തേനും 1.5 ബില്യൺ ആകുമെന്നാണ്. നമ്മുടെ എല്ലാം ലക്ഷറിയും കൂടി വരികയാണ് അല്ലെ. അപ്പൊ അതനുസരിച്ച് കാർബൺ എമിഷൻസും അത് മിക്കവാറും നമ്മൾ ഇപ്പോൾ അമേരിക്കയുടെ ലെവലിലല്ലെങ്കിലും യൂറോപ്പിന്റെ ആ ലെവലിലല്ലെങ്കിലും നമ്മുടെ ലക്ഷറിയും കാർബൺ എമിഷൻസും ആ ലെവലിലാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇന്ത്യ ക്യാൻ ബി എ ലീഡർ ഫോർ സൗത്ത് ഏഷ്യ ഇൻ ടേംസ് ഓഫ്, ഇപ്പം ഡോക്ടർ ജയകുമാർ പറഞ്ഞു ടെക്നോളജി ട്രാൻസ്ഫർ ഒരു വല്ലാത്ത ഇഷ്യൂ ആണ്. ഇതുപോലത്തെ ഇഷ്യൂ നേരത്തെയും ഉണ്ടായിരുന്നു. നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഇല്ലായിരുന്നു, അമേരിക്ക അത് തരില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കി. അപ്പോൾ ഇന്ത്യ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് ടു ഇൻവെസ്റ്റ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഡെവലപ്മെന്റ്.
ഗ്രീൻ ആൻഡ് ബ്ലൂ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മാതൃകകൾ ഉണ്ടാക്കിയെടുക്കുക, എഫിഷ്യന്റ് എനർജി മാതൃകകൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ സൗത്ത് ഏഷ്യയിലെ തന്നെ ഒരു മേജർ ആയിട്ടുള്ള ലീഡർ ആകാനുള്ള ഒരു ചാൻസ് ആണ് ഇന്ത്യക്കുള്ളത്. ദാറ്റ് മീൻസ് കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ക്യാൻ ബി ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ. കാരണം നമുക്ക് ഇതിന് ഏതൊക്കെയാലും മാറിയേ തീരൂ. ഒരു ബ്ലൂ എനർജി അല്ലെങ്കിൽ ഗ്രീൻ എനർജിയിലേക്ക് മാറിയേ തീരൂ. ഫോസിൽ ഫ്യൂൽസിലുള്ള ഡിപ്പെൻഡൻസ് ഏതായാലും ഇല്ല. അപ്പോൾ നാളത്തെ രാഷ്ട്രം നമ്മൾ ലോകരാഷ്ട്രങ്ങളിൽ മുമ്പിലാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ആദ്യമേ തന്നെ മാറുക, കോളിൽ നിന്ന് മാറുക, റിന്യൂവബിൾ എനർജി റിസോഴ്സിലേക്ക് നേരത്തെ തന്നെ മാറുക, അതിനുള്ള ടെക്നോളജി കൊണ്ടുവരിക, അതിന് ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുള്ള വർക്ക് ഫോഴ്സ് ഉണ്ട് ഇന്ത്യക്ക്, അതിനുള്ള IT ഉണ്ട്, സയന്റിഫിക് ബാക്കപ്പ് ഉണ്ട്. എത്രയോ മികച്ച ശാസ്ത്രജ്ഞന്മാരാണ് ഇന്ത്യയിലുള്ളത്. ഇവരാരും പുറകിൽ നിൽക്കുന്നവരല്ല. ഇന്ത്യക്ക് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ടെക്നോളജി ഇന്ത്യക്ക് വികസിപ്പിച്ചെടുക്കാം. അതിന് ഓൾറെഡി പല സ്ഥാപനങ്ങളും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കോവിഡ് ക്രൈസിസ് വന്നപ്പോൾ ഇന്ത്യ വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുത്തത് തന്നെ ഒരു മേജർ എക്സാമ്പിൾ ആണ്. അപ്പൊ ആ ടെക്നോളജി നമുക്ക് എഫിഷ്യന്റ് എനർജി ടെക്നോളജി നമുക്കത് എടുക്കാം. അത് എല്ലായിടത്തും നമുക്കത് കൊണ്ടുവരികയും ചെയ്യാം. അത് ലോക്കലായിട്ട് നാഷണൽ ലെവലിലും അത് കൊണ്ടുവരണം. താങ്കളേക്ക് ഒരിക്കൽ കൂടി ഞാൻ വരാം. ഡോക്ടർ ത്രിവിക്രംജി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ സയൻറ്റിസ്റ്റുകളുടെ മുഴുവൻ കഴിവുകൾ ഇവിടെ ഉപയോഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ എല്ലാ സാമ്പത്തിക നയ തീരുമാനങ്ങളിലും കാലാവസ്ഥ അപകട സാധ്യതകളും അവസരങ്ങളും കണക്കിലെടുക്കേണ്ടേ? വാസ്തവത്തിൽ നമ്മുടെ എല്ലാ പുതിയ പോളിസി ഡിസിഷൻസിലും പോളിസി ഫ്രെയിംവർക്കുകളിലും ഒരു പ്രധാന കമ്പോണൻ്റായിട്ട്, ഫിനാൻസിനെ പോലെ തന്നെ ഒരു പ്രധാന കമ്പോണൻ്റായിട്ട് ഹൗ ഡു വി മിറ്റിഗേറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച്, ഇത് ഇൻക്ലൂഡ് ചെയ്തേ പറ്റൂ. അതൊന്ന്. രണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് എഡ്യൂക്കേഷൻ കിൻഡർ ഗാർട്ടൻ മുതൽ പ്ലേ ബുക്ക് പോലെ 10ാം ക്ലാസ് വരെയെങ്കിലും എല്ലാവരുടെ സിലബസിനകത്ത് വരണം. നമ്മുടെ ഇന്നത്തെ കാലത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 220 ലക്ഷം കുട്ടികൾ 1ാം ക്ലാസ്സിലോ മറ്റോ കയറുകയാണ്. അതിൽ 19 ലക്ഷമാണ് കോളേജിലേക്ക് എത്തുന്നത്. ഇത് ബാക്കി എല്ലാവരും കൊഴിഞ്ഞു പോവുകയാണ്. ഇവർക്ക് കാലാവസ്ഥാ വ്യതിയാനം എന്താണ്, എങ്ങനെയാണ് ചെറുക്കുക, എങ്ങനെയാണ് മിറ്റിഗേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഗവൺമെൻറ് പോളിസി ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി പോലും ഇല്ലാതായി പോകുന്നു. അവിടെ ചെയ്യേണ്ടത് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഈ ഹൈസ്കൂൾ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് മുകളിലോട്ട് പഠിക്കാൻ പോകാത്തവർക്ക് വേണ്ടി ഒരു കമ്പോണൻ്റ് എഡ്യൂക്കേഷൻ വേണം, തീർച്ചയായിട്ടും വേണം. അടുത്ത ജനറേഷൻ, അതായത് നമ്മളുടെ കാലം കഴിഞ്ഞ് വരുന്ന ജനറേഷനെല്ലാം ഇതൊരു പ്രധാന ഒരു ലിവിങ് പോയ്സൺ ആണെന്നൊരു തോന്നൽ ഉണ്ടാകത്തക്കവണ്ണമുള്ളൊരു എഡ്യൂക്കേഷൻ സമ്പ്രദായം നമ്മൾ മാറ്റം വരുത്തിയേ പറ്റൂ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. ഒരു ഉദാഹരണം പറയാം. ഈ കോവിഡ് കാലത്ത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലോ മറ്റോ ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. അതായത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാൻ ഒരു ഫോർമാറ്റ്, ഒരു ബ്ലൂ പ്രിൻ്റ് ഓഫ് എ സിലബസ് വരെ ഇൻക്ലൂഡ് ചെയ്തു. കിൻഡർ ഗാർട്ടൻ തൊട്ട് 10ാം ക്ലാസ് വരെ ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തു, 11ഉം 12ഉം. കാരണം അവിടെ വരുമ്പം നമ്മുടെ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും പഠിത്തത്തിൻ്റെ ഫോക്കസ് മാറിപ്പോവും. അതായത് എൻട്രൻസ് പരീക്ഷ എന്നുള്ള ഫോക്കസായി. അതുകൊണ്ട് 10 വരെ പഠിക്കുന്ന കുട്ടികൾക്ക്, കേരളത്തിലെ കുട്ടികൾക്ക് ഇതിനൊരു എക്സ്പോഷർ വേണം, അതിന് അനുസൃതമായിട്ടുള്ള സിലബസ് ചേഞ്ച് വേണമെന്ന് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു. അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇന്ത്യയിലെ ബാക്കി 22 സ്റ്റേറ്റുകളിലെയും ആ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റിനെ എഴുതിക്കൂടാ. ഞാൻ എല്ലാവർക്കും ഒരു 4 മണിക്കൂർ ജോലിയായിരുന്നു, ഇമെയിലിൽ എല്ലാവർക്കും അയച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായി തോന്നിയത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒറീസ ഗവൺമെൻറ് ഭുവനേശ്വറിൽ നിന്നൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് അവിടെ പോയിട്ട് അവരെ ഇതിൻ്റെ എന്താണ് ഞാൻ പേപ്പറിൽ എഴുതിയതെന്ന് വ്യക്തമായിട്ടൊരു ഡിസ്കഷനിൽ പങ്കെടുക്കാൻ പറ്റുമോയെന്ന്. ഞാൻ പറഞ്ഞു കോവിഡ് ആയതുകൊണ്ട് ഞാൻ വരുന്നില്ല. അതൊന്ന്. 2, എന്നേക്കാളും മികച്ച ആളുകൾ, ശാസ്ത്രജ്ഞന്മാർ ഡെഫിനറ്റായിട്ട് ഒറീസയിലുണ്ട്. അതുകൊണ്ട് അവരുടെ സേവനം എടുക്കുക. ഞാൻ ഈ ഒരു പ്രപ്പോസൽ മാത്രമേ വെച്ചുള്ളൂ. എന്തിന് അതിശയമാണെന്ന് തോന്നുന്നു, 3 മാസം കഴിഞ്ഞിട്ട് ബൈ അബൌട്ട് സെപ്റ്റംബർ ഓർ ഒക്ടോബർ അവരൊരു സിലബസ് ഫ്രെയിം ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. അവർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ ഒരു എക്സെപ്ഷൻ. എവിടെയാണ്? അപ്പർ KG തൊട്ട് UKG തൊട്ട് 10ാം ക്ലാസ് വരെ. അപ്പോൾ ഏതായാലും അത് വൈകിട്ടില്ല, കേരളവും അത് കണ്ടുപഠിക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഡോക്ടർ ജോർജ് വർഗീസ്, ഇതിലെ ഈ മഹാമാരിയുടെ കാലത്താണ് ഈ ഗ്ലാസ്ഗോയിൽ ഈ ഉച്ചകോടി നടക്കാൻ പോകുന്നത്.
നമുക്കറിയാം 45 ദശലക്ഷം ഡോക്ടർമാർ തന്നെ സമ്മതിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് കാലാവസ്ഥാ പ്രവർത്തനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? തീർച്ചയായിട്ടും ആരോഗ്യം മനുഷ്യൻ്റെ സാർവത്രികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് അനുബന്ധമായിട്ട് നിൽക്കുന്നതാണ്. അതിൽ ഏറ്റവും പരമപ്രധാനമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആരോഗ്യം ഈ കാലാവസ്ഥ മാറ്റം മൂലം, വ്യതിയാനം മൂലം ആരോഗ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ശീലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. ഉദാഹരണത്തിന് മഴ പെയ്തുകാലം നമുക്ക് വ്യായാമം ചെയ്യാൻ പോലും പറ്റുകയില്ല, അല്ലെങ്കിൽ അതിനുള്ള തടസ്സം നേരിടും. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ആരോഗ്യത്തുമായിട്ട് ഇതിന് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കാർഷിക വിളകളിൽ വരുന്ന മാറ്റം അനുസരിച്ച് നമ്മുടെ ഭക്ഷ്യോൽപാദനം മാറുന്നതനുസരിച്ച്, അതിൻ്റെ രീതി മാറുന്നതനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതിയിലും മാറ്റം വരുന്നു. അപ്പോൾ അതുപോലെ പിന്നെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ വലിയ മാരക രോഗങ്ങൾ, ഇപ്പോൾ കോവിഡ്, ഇപ്പോൾ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗം, ഇതുമാതിരിയുള്ള ഭീകരമായിട്ടുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറസ് പെരുകുന്നു, പാൻഡമിക്സ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള എന്തെല്ലാം മാറ്റങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കാലാവസ്ഥാ മാറ്റം മൂലം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ച്, ഓരോ തലത്തിലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഈ വ്യതിയാനത്തെ ചെറുക്കുവാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. അത് ആരോഗ്യ മേഖലയിലുമുണ്ട്, ഭക്ഷ്യോൽപാദന മേഖലയിലുണ്ട്, വൈദ്യുതി ഉൽപാദന മേഖലയിലുണ്ട്, ഇപ്പോൾ ത്രിവിക്രംജി പറഞ്ഞ പോലെ വിദ്യാഭ്യാസ മേഖലയിൽ, എല്ലാ മേഖലയിലും ഇത് ബാധിച്ചിരിക്കുന്നതാണ്. അതിനുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നേ പറയാൻ കഴിയും. ഡോക്ടർ മനോജ്, ഇതിനകത്ത് ശരിക്കും വേണ്ടത് ഈ മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾക്ക് ജാമ്യം അനുവദിക്കരുത്, അതല്ലേ ആവശ്യം? ഏറ്റവും കൃത്യമാണത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു വർഷം ലോകത്ത് വായുമലിനീകരണം മൂലം മരിക്കുന്നത് 7 ദശലക്ഷം ജനങ്ങളാണ്. ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്, അതായത് പ്രത്യക്ഷത്തിലുള്ള ഇമ്പാക്റ്റ് ആണ്. ഈ കണക്ക് ഒരു 2018-19 കാലഘട്ടത്തിലാണ്. ഇപ്പോൾ അത് കുറച്ചുകൂടി മാറിയിട്ടുണ്ടാവാം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചെറിയ അന്തരീക്ഷ മലിനീകരണത്തിൽ താൽക്കാലികമായി ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇതെല്ലാം മാറുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ആ സ്ഥിതിയിലേക്ക് വരുവാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ്? ഇതിൽ തന്നെ അന്തരീക്ഷത്തിൽ പലതരം പോയിസണസ് ആയിട്ടുള്ള, വിഷകരമായിട്ടുള്ള വാതകങ്ങളുണ്ട്. അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയും. അതിൽ 2.5 മൈക്രോൺ സൈസോ അതിൽ താഴെയോ ഉള്ള പൊടിപടലങ്ങൾ നമ്മുടെ മൂക്കിലുള്ള മ്യൂക്കസിൽ ഒരുപക്ഷെ തടയാൻ സാധിക്കില്ല. അത് നേരിട്ട് നമ്മുടെ ശ്വാസകോശത്തിൽ എത്തുകയാണ്. നമ്മുടെ പൾമണറി ഡിസീസസ്, അതായത് ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പൊടിപടലങ്ങളാണ്. ഒന്നത്. മറ്റൊന്ന് സർഫസിൽ തന്നെ ഉണ്ടാകുന്ന, ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന. ശ്രീ ജയകുമാർ, ONVയുടെ ഭൂമി എന്നുള്ള ഒരു കവിത താങ്കൾ ഓർക്കുന്നുണ്ടാവും. കാണക്കാണ് വയസ്സാവുന്നു മക്കൾക്കെല്ലാം, അമ്മയ്ക്കിന്നും പുതുലാവണ്യം എന്നാണ് ONV എഴുതിയത്. വളരെ കാലം കഴിഞ്ഞിട്ട് പിന്നെ ഭൂമിക്കൊരു ചരമഗീതവും എഴുതി. പക്ഷേ ഭൂമിക്ക് ഇപ്പോഴും പുതുലാവണ്യം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അത് നമ്മുടെ മനസ്സിലുള്ളത് ഇനിയിപ്പോൾ തിരുത്തേണ്ടി വരികയല്ലേ? തീർച്ചയായിട്ടും എനിക്കൊന്ന് വിജയനാഥ് പൂർണ്ണമായിട്ട് തിരുത്തേണ്ടി കഴിഞ്ഞു. കാരണം അതാണ് ONV അതിനുശേഷം ഒരു കവിത എഴുതിയത്. നമ്മുടെ ഒരു വലിയ പ്രശ്നമുള്ളത് എനിക്ക് തോന്നുന്നു ആ താങ്കൾ സൂചിപ്പിച്ച ഒരു തിരിച്ചറിവ് നമുക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഏറ്റവും കാതലായിട്ട് ഞാൻ കാണുന്ന ഒരു കുഴപ്പമുള്ളത്, ഇതൊരു ക്രൈസിസ് ആണ്. ആ ക്രൈസിസിനെ ക്രൈസിസ് ആയിട്ട് കാണാത്തിടത്തോളം അതിന് പ്രശ്ന പരിഹാരമില്ല. പക്ഷെ നമ്മുടെ ഗവേണിംഗ് സെക്ടറുകളിലോ, അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമാണെങ്കിലും, അതാണ് പലപ്പോഴും ക്ലൈമറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം വേണ്ടുന്നത് ഇതൊരു ക്രൈസിസ് ആണെന്ന് അംഗീകരിക്കുകയും ആ ക്രൈസിസ് അഡ്രസ് ചെയ്യാനുള്ള അർജന്റ് ആക്ഷൻസ് വേണം. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് താങ്കൾ ഈ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇപ്പോഴും കരുതുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും പുതുലാവണ്യമാണ്, അപ്പൊ പഴയതുപോലെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും പശ്ചിമഘട്ട എല്ലാം തടഞ്ഞു നിർത്തിക്കോളും എന്നുള്ളതാണ്. ആ പുതുലാവണ്യം പോയി എന്നുള്ളത് അമ്മയ്ക്ക് വയസ്സായെന്നും നമ്മൾ ഓർക്കേണ്ടത് നമുക്കും വയസ്സായി, നമുക്കിപ്പോ പഴയതുപോലെയുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പക്ഷെ ഇതിലൊരു വലിയ പ്രശ്നമുള്ളത്, നമുക്ക് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ആൾക്കാരുടെ എണ്ണമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു കളക്റ്റീവ്
ഒരു ഡിസിസീവ് കളക്റ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇപ്പോഴും പറ്റും. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോ ഡോക്ടർ റോക്സി മാത്യു, ഈ ഉച്ചകോടിയിൽ എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ചുരുക്കി പറയുക, സമയപരിമിതി. അതെ 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 എന്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാല് ഇതുവരെ ലോകരാഷ്ട്രങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് മുമ്പിൽ വെച്ച്. പക്ഷെ ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ 1-2 മാസങ്ങളിൽ ഇന്ത്യയിൽ മാത്രമല്ല യൂറോപ്പിലും ചൈനയിലും ഒക്കെയുള്ള വെള്ളപ്പൊക്കങ്ങളും അമേരിക്കയിലുള്ള വൈൽഡ് ഫയർസും എല്ലാം നമ്മൾ കണ്ടു. അപ്പൊ അത് കണ്ട് ക്ലൈമറ്റ് ചേഞ്ചും അതിന്റെ ഇമ്പാക്ട്സും അതിന്റെ വെല്ലുവിളികളും എല്ലാം മുന്നിൽ കണ്ടു തന്നെ അതൊരു പ്രയോറിറ്റി ആയിട്ട് എടുത്ത് ബൈൻഡിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, അറ്റ്ലീസ്റ്റ് ആ കർവ് ഫ്ലാറ്റൻ ആക്കാനുള്ള ഒരു സൊല്യൂഷൻ അവര് കണ്ടെത്തും എന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല ടെക്നോളജി ട്രാൻസ്ഫർ, ഇവിടെ പറഞ്ഞ ടെക്നോളജി ട്രാൻസ്ഫർ, ഇപ്പൊ ഇന്ത്യക്ക് ചിലപ്പോൾ സയന്റിസ്റ്റ് ഉണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ എല്ലായിടത്തും ഇത് ഡോക്ടർ റോക്സി മാത്യു വളരെ വ്യക്തമാണ്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഈ ലോകത്തിന് ഒരു സൂര്യൻ, അതാണ് വേണ്ടത്. അത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ ഇടയാകട്ടെ. ഈ ഉച്ചകോടിയിൽ ആ ഒരു സന്ദേശം ഉയരുകയും വേണം. അങ്ങനെ വരുമ്പോൾ ഇഷ്ടവധുവാം സൂര്യൻ ഈ ഭൂമിക്കണിയിച്ച ആ ചിത്ര പടകഞ്ചുകം നമുക്ക് വലിച്ചു കീറാതിരിക്കാം. വർത്തമാനകാലം ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം.